കേരളത്തിലെ സ്ത്രീകളെല്ലാം ഓസ്കാർ അവാർഡിന് അർഹരാണെന്ന് ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി CP ജോൺ. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. കേൾക്കുമ്പോൾ അതിശയോക്തിയായി തോന്നുമെങ്കിലും സൗജന്യ യാത്രയും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന സംസ്ഥാനത്തെ സ്ത്രീകൾ വ്യാജദാരിദ്ര്യം അഭിനയിക്കുകയാണെന്ന മന്ത്രിയുടെ കണ്ടെത്തൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇത്രയും കാലം ആരും കാണാതെ പോയി ഈ മഹത്തായ അഭിനയ പ്രതിഭാസം ഒടുവിൽ മന്ത്രിയുടെ കണ്ണിൽ പെട്ടതോടെ സ്ത്രീകളെ സഹായിക്കാൻ എന്ന പേരിൽ കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ തന്നെയാണോ ഇപ്പോൾ സ്ത്രീകളെ പരിഹസിക്കാനുള്ള ആയുധമാക്കിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് നടന്ന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെ മന്ത്രി പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും അതേസമയം മക്കളെ വലിയ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞു. മന്ത്രി പറയുന്നത് കേട്ടാൽ തോന്നും പ്രിയദർശിനി ബസ്സിൽ കയറുന്ന ഓരോ സ്ത്രീയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇന്ന് എങ്ങനെ പാവപ്പെട്ടവളായി അഭിനയിക്കാമെന്ന് റിഹേഴ്സൽ നടത്തുന്നവരാണെന്ന്. മന്ത്രി സാർ, ഒരു ചെറിയ സംശയം. ഈ പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കെഞ്ചി വാങ്ങിയതാണോ? അല്ലല്ലോ. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സർക്കാർ തന്നെ വലിയ അഭിമാനത്തോടെ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പ്രിയദർശിനി സൗജന്യ പദ്ധതി. അന്ന് വോട്ട് ചോദിക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ പദ്ധതി ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുമ്പോൾ വ്യാജദാരിദ്ര്യത്തിന്റെ നാടകമായി മാറിയോ? അതും സ്ത്രീകൾ മക്കളെ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഒരു ചോദ്യം കൂടി, കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ സ്വകാര്യ സ്കൂളുകൾക്ക് മുന്നിൽ ഇത്രയും നീണ്ട അഡ്മിഷൻ ക്യൂ ഉണ്ടാകില്ലായിരുന്നു. ആ ചോദ്യം സ്ത്രീകളോടായിരുന്നില്ല ചോദിക്കേണ്ടത്, സർക്കാരിനോട് തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, എത്ര മന്ത്രിമാരുടെ മക്കൾ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്? എത്ര മന്ത്രിമാർ എല്ലാ ചികിത്സയ്ക്കും സർക്കാർ ആശുപത്രികളിൽ പോകുന്നുണ്ട്? ജനങ്ങളോട് പറയുന്ന വിശ്വാസം സ്വന്തം ജീവിതത്തിൽ കാണിക്കാതെ സാധാരണക്കാരെ ഉപദേശിക്കുന്നത് വളരെ എളുപ്പമുള്ള പരിപാടി തന്നെയാണ്. പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ആരുടെയും ഔദാര്യം സ്വീകരിക്കുന്നവരല്ല. അവർ സ്വന്തം നികുതി പണത്തിൽ നടപ്പാക്കിയ ഒരു ജനക്ഷേമ പദ്ധതി ഉപയോഗിക്കുന്നവരാണ്. ആ അവകാശം ഉപയോഗിച്ചതിന്റെ പേരിൽ സ്ത്രീകളെ അഭിനയക്കാരികൾ എന്ന് മുദ്ര കുത്തുന്നത് സ്ത്രീകളെ മാത്രമല്ല, ആ പദ്ധതി പ്രഖ്യാപിച്ച സർക്കാരിനെയും ചോദ്യം ചെയ്യുന്ന നിലപാടാണ്. ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് ചോദിക്കാനുള്ളത് വളരെ ലളിതമായ ഒരു ചോദ്യമാണ് സാർ. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വാഗ്ദാനം ചെയ്ത പ്രിയദർശിനി ഉപയോഗിച്ചതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? അതോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വാഗ്ദാനം തന്നെ മറന്നുപോയതാണോ സർക്കാരിന്റെ രാഷ്ട്രീയം?